ഓൺ എയറിൽ പോകുന്ന സുജയ പാർവതി ഇപ്പോൾ എയറിലാണ് ഗൈസ്. ബിഗ് ടി വിയിലാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത്. അവരാദ്യം റിപ്പോർട്ടർ ചാനലിലായിരുന്നു, ഇപ്പോൾ ബിഗ് ടി വിയുടെ ഹെഡാണ്. അപ്പോൾ എന്താണെങ്കിലും സുജയ പാർവതി എയറിൽ പോയ ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. എപ്പോഴും ന്യൂസുകാർ, ജേർണലിസ്റ്റ്, ന്യൂസ് ചാനൽസ് ഒന്നും വേണ്ടേ, അത്യാവശ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിറമല്ല പ്രശ്നം. നിറം എന്ന് പറഞ്ഞൊരു കാര്യം, അതായത് കളർ ഡിസ്ക്രിമിനേഷൻ, കളർ റേസിസം, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, നിറം പറഞ്ഞുള്ള അധിക്ഷേപം, നിറം പറഞ്ഞുള്ള മനുഷ്യനുള്ള വേർതിരിവ്, ഇതിനൊക്കെ എതിരെ ശബ്ദമാവേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ മനുഷ്യനും അങ്ങനെയാണ്. ബട്ട് വി ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളിൽ ചർച്ചകൾ വെക്കുന്ന, ഓരോ കാര്യങ്ങൾ ഇതേപോലെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തു കൊണ്ടുവരുന്ന ആളുകൾ, എസ്പെഷ്യലി ജേർണലിസ്റ്റ്, അത് തന്നെ ഒരു എന്താ പറയുക, ന്യൂസ് ചാനലിൽ ഇരുന്ന് അത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് അത് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കേണ്ട കുറച്ച് എത്തിക്സുകളിൽപ്പെട്ട ഒന്നാണ്. ഓക്കെ, നിറം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് അവർ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ഐറ്റം എടുത്ത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ഇവർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകണമായിരുന്നു. പക്ഷേ അവരെന്തോ അവരുടെ എന്താ പറയുക, അവർ ചിലപ്പോൾ കമൻസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കുറേയധികം കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നതുകൊണ്ടോ ആയിരിക്കണം. ഇപ്പോൾ ലാസ്റ്റ് ടൈം SKN 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ ചായക്കപ്പ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞ പോലത്തെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സുജയ പാർവതി പറഞ്ഞു വെച്ച് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്താ ഇതിൽ സുജയ പാർവതിയെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റുകൾ, ഒരുപാട് ട്രോള്, മീമ് സാധനങ്ങൾ, കമൻസ് ഒക്കെ ഞാൻ കണ്ടു. ഇതിൽ അങ്ങനെ ബോഡി ഷെയിം ചെയ്ത് കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ ട്രോൾ മീം ഉണ്ടാക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവർക്ക് നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കാം മേ ബി അവർ നിങ്ങളെ ഈ ഒരു രീതിയിൽ ട്രോൾ മെറ്റീരിയലാക്കി കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങളിതൊരു ക്രിറ്റിസിസമായിട്ട് എങ്ങനെ എടുത്തു എന്നുള്ളതാണ് എനിക്കറിയാത്ത സുജയ പാർവതി. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പിൻ്റെ കാര്യം ഇതേപോലെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് കമൻ്റ് ഇടുമ്പോൾ അതെങ്ങനെ ക്രിറ്റിസിസം ആവും? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്താ നിങ്ങളെ പ്രേക്ഷകരോട്? മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് നിങ്ങളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത്, എസ്പെഷ്യലി സ്റ്റുഡിയോ ഫ്ലോറിനകത്തുള്ള കാര്യമായിട്ട് ഞാൻ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന ടൈമിൽ ക്യാമറ ഫ്രെയിമിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖം വളരെ എന്താ പറയുക, പ്ലസൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടാനോ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് മാത്രമാണ് ഈ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നോട് പേഴ്സണലി ടച്ചപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലെ ഷോയ്ക്കൊക്കെ പോകുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാൻ ചേട്ടന്മാർ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടാ ഐ ആം ഓക്കെ ആണോ? അപ്പം എന്നോട് പറയും, അല്ല സായി, ഇത് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുന്നത് അത് അവരുടെ ആ കളർ ടോണും അവരുടെ ബാക്കി കാര്യങ്ങളും ക്യാമറയിൽ അവരുടെ ഫ്രെയിമിൽ കൃത്യമാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കൺവിൻസ് ചെയ്യാറും. ഞാൻ മോസ്റ്റ്ലി ടച്ച് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഞാൻ എങ്ങനെയാണോ നോർമലായിട്ട് അങ്ങനെ കയറി ഇരിക്കാറാണ് പതിവ്. 1-2 സിറ്റുവേഷൻസ്, ഒന്ന് 24 ന്യൂസിൻ്റെ ആ പരിപാടിയും പിന്നെ ഒന്ന് ആ ബിഗ് ബോസിൻ്റെ ഒരു എൻട്രീൻ്റെ സമയത്തും അല്ലാതെ ഞാൻ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഒരു ഷൂട്ട്, മഹാദേവൻ തമ്പിയുടെ ഒപ്പം ഒരു ഷൂട്ടും അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് പേഴ്സണലി ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിങ്ങളെ കാണിക്കാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അങ്ങനെ നടക്കാനാണ് എനിക്ക് താല്പര്യം. ആൻഡ് ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. മുടിയൊക്കെ കളർ ചെയ്യും അല്ലെങ്കിൽ താടിയൊക്കെ ഇടയ്ക്ക് ഒന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് പരീക്ഷിക്കും. പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കളിച്ചൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേ ബി ടാൻ അടിച്ചത് പോകാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട്. അത് വീട്ടിൽ തന്നെ ഈ സ്ക്രബിൻ്റെ പാക്ക് ഉണ്ടാവും. അപ്പോൾ സ്ക്രബ് ഇട്ടിട്ട് വരച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തോന്നലാണ്, വരച്ചാൽ പോവും, ഡെഡ് സ്കിന്ന് പോകുന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്നേഹ എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സും ഉപയോഗിക്കാറുണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് മൊത്തം ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മേക്കപ്പ് ഇട്ടിട്ടാണ് സ്നേഹ പോവാറ്. അത് അവരുടെ പേഴ്സണൽ താല്പര്യം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യമാണ്, മേക്കപ്പ് ഇടണോ വേണ്ടേ അല്ലെങ്കിൽ അവരതിൽ സെക്യൂർ ആണോ അതൊക്കെ അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. ഒരു വ്യക്തിയുടെ മേക്കപ്പ് വേണോ വേണ്ടേ എന്നുള്ളത്, അതിൽ നിന്ന് വരുന്ന ഹാംഫുൾ എഫക്ട്സ് ഒക്കെ അവർ പിന്നെ ജീവിതത്തിൽ
അവരങ്ങോട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതായത് അവരായിട്ട് വരുത്തി വെച്ചല്ലോ എന്നുള്ള രീതിക്ക് എന്തെങ്കിലും, കാരണം എല്ലാ പ്രൊഡക്ട്സും സേഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്ട്സും സേഫ് അല്ല, ഒക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പണിയാണ്. എസ്പെഷ്യലി ഈ സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഈ എന്താ പറയുക മൂവി സെലിബ്രിറ്റീസ്, എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലുള്ള സെലിബ്രിറ്റീസിനേക്കാൾ കൂടുതൽ ഇവരുടെ ലൈഫിൽ, ഈ ന്യൂസ് റീഡേഴ്സിൻ്റെ ലൈഫിലാണ്, അതും ന്യൂസ് പ്രസൻറ്റേഴ്സിൻ്റെ ലൈഫിൽ, ഇപ്പോൾ ജേർണലിസ്റ്റും അല്ല, ന്യൂസ് പ്രസൻറ്റ് ചെയ്യാൻ നമ്മളെ മുന്നിൽ കാണുന്ന സുജയ പാർവതീനെ പോലുള്ളവർക്കാണ് ഈ ഒരു മേക്കപ്പിൻ്റെ ഒരു വിഷയം ശരിക്കും ലൈഫിൽ വരാൻ പോകുന്നത്. കാരണം അവരിത് എപ്പോഴും ഫ്ലോർ കയറുന്ന സമയത്ത് മേക്കപ്പ് ഇട്ട് കഴിച്ചു അത് അവരുടെ സ്കിന്നിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇവർ എന്താ പറയുക, ഈ അത് പറയണം, അവർ പറയണമായിരുന്നു സുജയ, അത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലൈറ്റ്സ് കൃത്യമാവാനും ഫ്രെയിം കൃത്യമാവാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മേക്കപ്പ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോൺഫിഡൻസിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ല, അല്ലെങ്കിൽ അതൊരു ക്രിറ്റിസിസമായിട്ട് നിങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ആളുകളോട് പറയുന്നതിന് പകരം ഇതൊരുമാതിരി അതെന്തോ വലിയ പ്രശ്നമുള്ള പോലെ, അത് ആ മേക്കപ്പ് മാൻ്റെ പോരായ്മ ഉള്ള പോലെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത് കൊണ്ട് നിങ്ങളൊരു റോങ് ഇൻഫർമേഷൻ സൊസൈറ്റിക്ക് കൊടുത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടാണ്. ഇതേ സമയം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ന്യൂസ് 18 കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. KP അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് റീഡർ, ഇങ്ങേരുടെ കഴുത്തിലും നെറ്റിയിലൊക്കെ ഒരു പാട് വന്ന സമയത്ത് ആളുകൾ കമൻറ്റ് ചെയ്ത് ഇതേപോലെ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ നിങ്ങളെ കഴുത്തിലും നെറ്റിയിലും എന്നുള്ളത് കമൻറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഈ വ്യക്തി, ഇത് കഴിഞ്ഞ മാസമാണ്, ഇത് സുജയ പാർവതീനെ നടന്ന ഇന്നലെ ആണെങ്കിൽ ഇത് കഴിഞ്ഞ മാസമാണ് ന്യൂസ് 18 ഈ ഒരു ആങ്കർ ഇതേപോലെ സംസാരിച്ചിട്ടുള്ളത്. ഇതൊന്ന് നിങ്ങൾ കേട്ട് നോക്ക്. നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് സാധാരണ ആരംഭിക്കാറുള്ളത് വാർത്താധിഷ്ഠിതമായ അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയുള്ള ഏതെങ്കിലും വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് വ്യക്തിപരമായ വിഷയത്തിലേക്കാണ്. അതിന് കാരണം ന്യൂസ് 18 പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും തന്നെയാണ്. ന്യൂസ് ട്രെൻഡ്സ് ടെലിവിഷനിലൂടെ കാണുന്നവർ, യൂട്യൂബിലൂടെ കാണുന്നവർ, ന്യൂസ് ട്രെൻഡ്സിൻ്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് എന്നെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ മുഖത്തിന് എന്തുപറ്റി, നിങ്ങളുടെ കഴുത്തിൽ എന്താണ് പാട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം ഒരു പരിചയവുമില്ലാത്ത നിരവധി ആളുകൾ ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. അത്ഭുതപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ടെലിഫോൺ നമ്പർ സമാഹരിച്ച് മൊബൈൽ ഫോണിലെ വാട്സപ്പിൽ ക്ലിപ്പുകൾ അടക്കം ഇതെന്തു പറ്റിയെന്ന് ചോദിച്ചവർ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം ന്യൂസ് 18 പ്രേക്ഷകർ ആയതുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. പല സംശയങ്ങളാണ്. ഇത് പൊള്ളിയതാണോ, അപകടം പറ്റിയതാണോ, അസുഖമാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരിൽ ചിലർക്കൊക്കെ ഞാൻ മറുപടി നൽകിയിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒട്ടും സജീവമല്ല. വളരെ കുറച്ച് സമയം മാത്രമാണ് അതിൽ ചെലവഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ മറുപടി നൽകുന്നത്. ഇത് പൊള്ളിയതോ അപകടം പറ്റിയതോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ഒന്നുമല്ല. ഞങ്ങൾ ടെലിവിഷൻ അവതാരകർ സ്ക്രീനിലേക്ക് എത്തുന്നതിന് മുമ്പ് മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, കളർ ടോണിന് അനുസരിച്ചുള്ള. അതിൽ നിന്നുണ്ടായ അലർജിയാണ്, അത് ഭേദപ്പെട്ടു വരികയുമാണ്. ഇത് സൂചിപ്പിക്കാൻ കാരണം പലരും കമൻറ്റുകളിൽ പറയുന്നത് വിഷമിക്കേണ്ടതില്ല, കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്, മാറി നിൽക്കരുത്, ഉടൻ സുഖം പ്രാപിക്കും എന്നൊക്കെയാണ്. അവരോടെല്ലാം സൂചിപ്പിക്കാനുള്ളത് മാധ്യമപ്രവർത്തകരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്നത് ഒരു വാർത്തയെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിൽ ആണ്. ആ വാർത്തയുടെ ആധികാരികതയിൽ ആണ്, ആ വാർത്തയുടെ വാർത്താ ധാരണയിൽ ആണ്. അതിനപ്പുറത്ത് രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അതും കാര്യമാണ് എന്ന നിലയിൽ ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ടെലിവിഷൻ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ ഇന്നുണ്ട്. അതിനെ സോഷ്യൽ മീഡിയകൾ പിന്തുടരുന്ന സാഹചര്യവുമുണ്ട്. ഒരു പക്ഷേ അതിന് പ്രേക്ഷകർ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് വാർത്തയുടെ ആധികാരികതയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് ആത്മവിശ്വാസത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചുറ്റും നിരവധിയായ ആളുകൾ ഇത്തരത്തിലൊക്കെ പ്രതിസന്ധി നേരിടുന്നവരുണ്ടോ? ഒരു പക്ഷേ ഇത് മാറാത്തൊരവസ്ഥയാണ് എങ്കിൽ പോലും എത്രയോ ആളുകൾ അത്തരത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർ ശോഭിക്കുന്നുണ്ട്. മാധ്യമരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെയൊന്നും മാറ്റി നിർത്തില്ല. ഒരു പക്ഷേ ചിലരൊക്കെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ചേർത്ത് പിടിക്കുന്ന സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഈ ലൈനായിരുന്നു സുജയ പാർവതി വെക്കേണ്ടിയിരുന്നത്. എൻ്റെ സ്കിൻ ടോൺ ബ്ലാക്ക് ആണ്, അതിനെന്താണ് പ്രശ്നം? ഇതിൽ മേക്കപ്പ് ഞാൻ ഇട്ടില്ല, ഓക്കെ ഞാൻ ഇടും, അതെൻ്റെ ടോൺ, കളർ ടോൺ ഒന്ന് ഈവൺ ആക്കാൻ ക്യാമറയിൽ
ജസ്റ്റ് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതർവൈസ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഈ നിറമാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ നാച്ചുറൽ ആയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഈ വ്യക്തി കാണിച്ചൊരു കോൺഫിഡൻസ് നിങ്ങൾ നോക്ക്. ഇതാണ് ഒരു ന്യൂസ് റീഡർ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറുടെ, ഒരു ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ഇപ്പം എത്ര പേര് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല. ചിലരൊക്കെ ന്യൂസ് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടുത്തെ ന്യൂസ് റീഡർ അടിപൊളി, ഇവിടുത്തെ ന്യൂസ് റീഡർ അടിപൊളി. അതിനുവേണ്ടി ന്യൂസ് കാണുന്നവരൊക്കെ ഉണ്ട്, ഇല്ലാത്ത കാലഘട്ടമൊന്നുമല്ല ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ പലതും കൊളാബാണ്, പലതും ഈ പറഞ്ഞ പോലെ ഒരു ന്യൂസ് റൂമിൽ അവർ വന്നിരിക്കുന്നവരുടെ അറ്റയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള മേക്കപ്പ്, അവരുടെ ജ്വൽസ്, ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിരുന്ന് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ന്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ലുക്കോ അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു നിങ്ങളുടെ ശബ്ദം ഉണ്ടാവാം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. അതിനപ്പുറം വാട്ട് കോൺട്രിബ്യൂട്ട്സ് ടു a ന്യൂസ് ആ കണ്ടന്റ് ആണ്. ആ കണ്ടന്റിന്റെ വാല്യൂ അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ ആ സ്കില്ല്, ഇതാണ് എൻഡ് ഓഫ് ദ ഡേ ഈ സാധനം. അപ്പം അതിനകത്ത് ഇപ്പോൾ സുജയ പാർവതി ഇത്ര സങ്കടപ്പെട്ട് മേക്കപ്പിനെ കുറിച്ച് വന്നിരുന്നു, അല്ലെങ്കിൽ എൻ്റെ നിറത്തിന്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. സുജയ പാർവതിക്ക് ഈസി ആയിട്ട് വന്നിരുന്നു, ഇതാണ് ഞാൻ, ദിസ് ഈസ് വാട്ട്സ് മീ. കാരണം കേരളത്തിൽ ഇതിനെ കൊണ്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട്, ഇവിടെ വെളുപ്പാണ് നല്ലത്, വെള്ളയാണ് നല്ലത്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ പവിത്രം, വെള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമായ പവിത്രമായതാണ്, കറുപ്പിനോട് എന്തോ ഒരു ദേഷ്യം, ഇങ്ങനെയൊക്കെ ഇട്ട് പറയുന്ന സമൂഹം ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. ബോഡി ഷെയിം ചെയ്യുന്ന വലിയൊരു സമൂഹം ഇവിടെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. അതൊക്കെ മാറി വരാൻ എന്നെപ്പോലെ, ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് എൻ്റെ ലൈഫിൽ മാറി ഇതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് വാണ്ടഡ്ലി കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ചുറ്റുപാടും ഒരുപാട് പേര് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൂട്ടത്ത് പോയിരിക്കുന്ന സമയത്തും നമുക്കും ചില സമയത്ത് ഇതൊക്കെ പറയേണ്ട ഒരു അവസ്ഥകൾ വരുന്നത് നമ്മളെ മുകളിൽ കംപ്ലീറ്റ്ലി എല്ലാവരും മാറാത്തതിൻ്റെ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലുള്ളവരിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസം പൊങ്കാലയ്ക്ക് പോയപ്പോൾ സുജയ പാർവതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സൂര്യാഘാതം എനിക്ക് ഏറ്റിട്ടുണ്ട്. അപ്പോൾ സൂര്യാഘാതം ഏറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ കാര്യമൊക്കെ വളരെ കഷ്ടമാകും. അതുകൊണ്ട് ഒന്നുകൂടി എക്കാനായിട്ടുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോന്നുന്നില്ല ബാക്കി കാര്യങ്ങൾ പറയുന്നത്. സുന്ദരിമാരെല്ലാവരും സൺസ്ക്രീൻ ഇടുക, തൊപ്പി ഇടുക, തോർത്ത് തലയിലിടുക, അതാണ് എല്ലാ സുന്ദരിമാരും നിൽക്കുന്നവരെല്ലാവരും സുന്ദരികളാണ് അങ്ങനെ പറയുന്നത്. അത് വെയിലത്താണ്, പക്ഷെ അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇത് വെയിൽ കൊടുത്തത് അറിയില്ല. അല്ല, അങ്ങനൊക്കെ പറഞ്ഞാലും ഞാൻ തോർത്ത് തലയിലിടും. അതുപോലെ തോർത്ത് തലയിലിടുക, വെള്ളം കുടിക്കുക, എന്തെങ്കിലും ഈ വ്രതത്തിന്റെ ഭാഗമായിട്ട് പലരും. അതായത് ഇവിടെ എല്ലാവരും സുന്ദരികളാണ്, എല്ലാവരും ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്ഷൻ വേണം, സൺസ്ക്രീൻ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇപ്പോൾ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഫൈനാണ്. ഇപ്പോൾ ഇവർ ഇത്രയും ബോധേഡ് ആയിട്ടുള്ള ഒരു ലേഡിയാന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഇവരുടെ ഈ ക്ലിപ്സ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവരുടെ ആ ഒരു ഔട്ട്ലുക്കിൽ അവരെങ്ങനെ ആളുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റിൽ പറയുന്നു, ഒക്കെ പേഴ്സണലാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ പ്രവർത്തക, ഒരു പ്രസൻറ്റർ, ഒരു ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അവരെങ്ങനെയാണോ അതാണ് അവർ പ്രൊജക്റ്റ് ചെയ്യാൻ, അതാണ് അതിൻ്റെ റൈറ്റ് രീതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ന്യൂസും അവർ കൊണ്ടുവരുന്ന വാർത്തയുടെ റെലവൻസും ഇതൊക്കെ തന്നെയാണ് ആളുകൾ നോക്കുന്നത്. അല്ലാതെ നിങ്ങളിത് വന്നിരുന്നിട്ട് നിങ്ങളുടെ മേക്കപ്പ്, നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഇട്ടൊരു സെൽഫ് ട്രോൾ അടിക്കുന്ന പോലെ തന്നെ തോന്നി. ആൻഡ് ഇതിൻ്റെ ഭാഗമായിരിക്കണം ഹെവി ട്രോളിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ കമൻറ്റിങ്ങും ട്രോളുകളൊക്കെയാണ് ഇവിടെ സുജയ പാർവതിക്കെതിരെ നടക്കുന്നത്. അതിനോടൊന്നും ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പലരും കണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ അവരെടുത്തിട്ട് ട്രോളുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റൈറ്റ്. കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, അതിൽ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാമെന്നല്ലാതെ അവിടെ വീണ്ടും നിങ്ങൾ നിറത്തിനെയും അല്ലെങ്കിൽ സുജയ പാർവതി പറഞ്ഞ കാര്യത്തിനെയും വെച്ച് സുജയ പാർവതിയുടെ അന്നും ഇന്നും റിപ്പോർട്ടറിലിരുന്നപ്പോൾ ഇങ്ങനെ, ബിഗ് ടി വിയിലിരുന്നപ്പോൾ ഇങ്ങനെ, ഇതൊക്കെ പറഞ്ഞ് ട്രോളുമ്പോഴും എഗെയിൻ നിങ്ങൾ ആ നിറത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആ കളർ ഡിസ്ക്രിമിനേഷൻ, ആ ഒരു കളർ റേസിസമാണ് നിങ്ങൾ വീണ്ടും അവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോഡി ഷെയ്മിങ്ങിന് കുറ്റകൃത്യമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു ബില്ല് പാസ്സായി. എനിക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു, കേരള സർക്കാരാണ് ഇതൊരു രാജ്യത്ത് ആദ്യമായിട്ടാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് റാഗിങ്ങിൻ്റെ ഭാഗമാക്കിയിട്ട് ഉൾപ്പെടുത്തി അതൊരു കുറ്റകൃത്യമാക്കി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ സർക്കാരാണ് ആദ്യമായിട്ടൊരു ബില്ല് പാസ്സാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സഭയിൽ നീച്ച് നിന്നിട്ട് ബോഡി ഷെയ്മിങ് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാണാത്ത ഒരു നാടൊന്നുമില്ല നമ്മൾ. മൂപ്പരെന്നെ നീച്ച് നിന്നിട്ട് വേറൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഉയരത്തിനെ പറഞ്ഞ് കളിയാക്കിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 മുക്കാൽ അട്ടി വെച്ച പോലെയെന്ന്. അത്രയും
ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചൻവാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ മുന്നിൽ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇതിനൊക്കെ എതിരെ സംസാരിക്കേണ്ട ശബ്ദങ്ങളായിട്ട് വരേണ്ട ആളുകളൊക്കെ പല സാഹചര്യത്തിലും അങ്ങനെ അല്ലാതെ അവർ വളരെ മോശമായ രീതിയിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പല സിനിമകളിലും കുറേയൊക്കെ ആവട്ടെ, സിനിമകളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിഞ്ചാണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ സാധനങ്ങൾ സിനിമ എന്നുള്ള ആസ്പെക്റ്റിലൊക്കെ എടുത്തു വെച്ച് പോണതൊക്കെ അങ്ങനെ പോട്ടെ, പക്ഷേ എക്സ്ട്രീം ലെവലിൽ പോകരുതെന്നുള്ളൂ. മനസ്സിലായോ? പക്ഷേ അവിടെയും ചില നടന്മാരും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഇത് ചെയ്തേ പറ്റൂ, ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നതിനോടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ് ടൈംസ് ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ചില സിറ്റുവേഷൻസിൽ 1-2 ഒക്കെ ഉപയോഗിച്ച് പോകുന്നതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷെ അതിനുവേണ്ടി സിനിമയിൽ കുറേ കുത്തിക്കൊള്ളിച്ചുള്ള സാധനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു തരം ട്രെൻഡ് നമ്മളെ ഇടയിലുണ്ട്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആരും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. കാരണം ഞാനൊക്കെ ലൈഫിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. നിറത്തിൻ്റെ ആണെങ്കിലും തടീൻ്റെ ആണെന്നുണ്ടെങ്കിലും കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം എല്ലാം പ്രശ്നമാണ് എന്നുള്ളത് അനുഭവിച്ചതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ്. മാക്സിമം മാറാൻ ശ്രമിക്കുക, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഞാനിവിടെ വേറൊരു പോസ്റ്റും കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ടി വി ഇത് വാണ്ടഡ്ലി ചെയ്തതാണ്. അതായത് ബിഗ് ടി വി വന്ന സമയത്ത് ഭയങ്കര പ്രഖ്യാപനങ്ങളായിരുന്നു. അവർ ഭയങ്കര സംഭവമാക്കും, ബാക്കിയുള്ള ന്യൂസ് ചാനലുകളെ പോലെ ആവില്ല, അവരിവിടെ ഒരു ഓളം സൃഷ്ടിക്കും, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ട് അവരൊരു ചാനൽ ലോഞ്ച് ചെയ്തു. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഡൗൺ ആയിരുന്നു. അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അവർ വേറെ പേജ് കൺവേർട്ട് ചെയ്ത് വാങ്ങി അത് രണ്ടാമത് ഇവരെ പേരിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞ് തുടക്കം മുതലേ ബിഗ് ടി വിക്ക് കുറേ കോൺട്രവേഴ്സികൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ടി വി കോൺട്രവേഴ്സികൾ ഇങ്ങനെ തുടങ്ങി വെച്ചപ്പോൾ അതൊന്നും കത്തിയില്ല. അപ്പോൾ ഒരു സാധനം കത്തണം എന്നുണ്ടെങ്കിൽ കോൺട്രവേഴ്സിയില്ല, ഒരു സാധനം വൈറലാവണമെന്നുണ്ടെങ്കിൽ കോൺട്രവേഴ്സി വേണമെന്നുള്ള രീതിക്കാണല്ലോ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ വാണ്ടഡ്ലി ഈ ബോഡി ഷെയ്മിങ് സാധനം, ഈ നിറം പറഞ്ഞുള്ള ഈ മേക്കപ്പിൻ്റെ കാര്യം സുജയ പാർവതി തന്നെ അല്ലെങ്കിൽ അത് അവരുടെ സ്ട്രാറ്റജി ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് ബിഗ് ടി വിയുടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു സ്ട്രാറ്റജി ഇറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുക, ഇത് ഞാൻ നേരത്തെ ശ്രീകണ്ഠൻ നായരെ ചായക്കപ്പ് പറഞ്ഞ പോലത്തെ ഒരു ഐറ്റമാണ്. ഇത് കുറേ പ്രാവശ്യം ഇവരുടെ പല വീഡിയോസിൻ്റെ അടിയിൽ ഈ കമൻറ്റ് വന്ന സമയത്ത് ഇതിവർ സെൽഫായിട്ട് എടുത്തു വെച്ചൊരു ഐറ്റമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മനസ്സിലായോ? അത് സെൽഫായിട്ട് എടുത്തു വെച്ചാൽ എന്നാൽ ഒരു കോൺഫിഡൻസ് കുറവുള്ള ഒരാൾ സംസാരിക്കുന്നത്, സുജയ പാർവതിയെ പോലത്തെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ കോൺഫിഡൻസ് കുറവിൽ സംസാരിച്ച് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സ്വന്തം നിറത്തിൽ കോൺഫിഡൻസ് കുറവുണ്ട് എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നതൊക്കെ ഒരു റോങ് ആയിട്ടുള്ള സംഗതിയാണ്. അത് അവർ ആ രീതിയിൽ അവരുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ ഒരു ന്യൂസ് ചാനലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അവർ ഈ മേക്കപ്പിൻ്റെ സാധനം എടുത്തിട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ട്. ഓക്കെ, ഇനി ബിഗ് ടി വി എന്ന് പറഞ്ഞുള്ള ഈ ഒരു പ്രസ്ഥാനം, വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് പറഞ്ഞുള്ള ഇവരുടെ ഈ ഒരു പ്രസ്ഥാനം, ഇതിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. കാരണം ഇങ്ങനൊരു സൈഡ്, അതായത് ഇവർക്ക് വൈറലാവാൻ വേണ്ടി ഇവർ ഇങ്ങനൊരു സംഗതി സുജയ പാർവതീൻ്റെ സുജയ പാർവതി തന്നെ കൊണ്ടുവന്നിട്ടു അവരുടെ ചാനൽ വൈറലാക്കാൻ, അതിലൂടെ വ്യൂവർഷിപ്പ് കൊണ്ടുവരാനും ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നറിയാനും ഈ ചാനൽ തുടങ്ങിയത് 10 ആൾ അറിയിക്കാനും ഇതിനൊക്കെ ട്രോളും മീമും തന്നെ ഇവിടെ മെയിനായിട്ടുള്ളത്. നെഗറ്റീവ് ട്രോൾസ്, നെഗറ്റീവ് മീമും സാധനങ്ങളും തന്നെയാണ് ഇവിടെ ഒരു കണ്ടന്റിൻ്റെ ട്രാക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വാണ്ടഡ്ലി ചെയ്തു എന്ന് പറയുന്നവരുടെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മേ ബി അവർ വിചാരിക്കുന്നത് എന്തായിരിക്കും, ഈ ബിഗ് ടി വി എന്ന് പറഞ്ഞ സംഗതി തുടങ്ങിയിട്ട് ഇതിനധികം വിസിബിളി ക്വാളിറ്റി തോന്നുന്നില്ല വീഡിയോസിന്, പല പോരായ്മകളും ഉണ്ട്. അവർ വെക്കുന്ന ടെംപ്ലേറ്റ് കട്ട് കോപ്പി ഫ്രം മറ്റേ റിപ്പോർട്ടർ ചാനലാണ്. ആ റെഡും ബ്ലാക്കും വൈറ്റും ഓറഞ്ചൊക്കെ കൂട്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അവരുടെ സ്ക്രോളുകൾ അടക്കം എല്ലാം, അവരുടെ ഫ്രെയിമുകൾ അടക്കം എല്ലാം ഒരു റിപ്പോർട്ടറിൽ നിന്ന് കട്ട് കോപ്പി അടിച്ച പോലത്തെ ഒരു ഐറ്റം അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അവരുടെ ക്വാളിറ്റി ഇല്ലായ്മ, മേ ബി ദേ വിൽ ഇംപ്രൂവ്, ഡെഫിനറ്റ്ലി ദേ വിൽ ഇംപ്രൂവ്. ബട്ട് അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും വലിയൊരു ലോഞ്ച് നടത്തി ഇത്രയും ആളുകളെ പല ചാനലുകളിൽ നിന്നും അവരുടെയൊക്കെ ടോപ്പ് ആളുകളെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ ഒരു ചാനൽ തുടങ്ങി മലയാളികളുടെ മുന്നിൽ വലിയൊരു ലോഞ്ചൊക്കെ നടത്തിയതിന് ശേഷം ഇവർ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു
മാറ്റം വന്ന് ഇതിലേക്ക് കുറച്ച് ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിച്ചതായില്ലേ എന്നുള്ള ചോദ്യം അവിടെയാണ് കിടക്കുന്നത്. ഈ ഒരു ചോദ്യം ചോദിക്കുന്നവർ മേ ബി ആ ഒരു സംഗതി ആയിരിക്കും ഞങ്ങൾ ചോദിക്കാൻ കാരണം ഇതാണെന്ന് പറയാനുള്ളൊരു സംഗതി. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയത്തിലല്ല, ബിഗ് ടിവിയുടെ വിഷയത്തിൽ നമ്മളെ സുനിത ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടത്. ആ വീഡിയോനകത്ത് ഈ ബിഗ് ടിവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. രാജമൗലിയാണ് അനിൽ അരൂരെന്നാണ് പറഞ്ഞത്. അപ്പോ അതൊക്കെ കേട്ട് ഞാൻ രോമാഞ്ചം കൊണ്ടിരുന്ന രോമാഞ്ചമായിരുന്നു എനിക്കത് കേട്ടപ്പോ. അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു സത്യനന്ദിക്കാടെങ്കിലും ആയിരിക്കുന്നു ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നേ. ഇപ്പൊ നോക്കിയേ, അനിൽ അരൂരും സുജയ പാർവതിയും മാധ്യമ ലോകത്തെ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനുമായി മാറിപ്പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ. ആറാട്ടണ്ണന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇതിലും കിടിലൻ സംഗതിയാന്ന് പറയാതിരിക്കാൻ പറ്റൂല. എന്നിട്ട് ആദ്യ ദിവസം തന്നെ റിപ്പോർട്ടർ ടിവിയുടെ മീത്ത എഡിറ്റേഴ്സ് അടിച്ചു മാറ്റിയിട്ട് ഇവരെല്ലാം കൂടി ഒരു തരം താണ അനുകരണം നടത്തിയേ. റിപ്പോർട്ടറിന്റെ കോപ്പി അടിയെന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ, റിപ്പോർട്ടർ തന്നെ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് കോപ്പി അടിച്ചതാണ്. പക്ഷെ കോപ്പി അടിക്കാൻ ഒരു ബുദ്ധി വേണം. ഈ ബിഗ് ടിവി മീറ്റ് എഡിറ്റേഴ്സ് കോപ്പി അടിച്ചപ്പോ അനിൽ അയ്യൂര് ആന്റോ അഗസ്റ്റിനെയും കൂടി കോപ്പി അടിക്കാനുള്ള ഒരു വിഫല ശ്രമം അങ്ങോട്ട് നടത്തിയിട്ട് ഈ പാനലിന്റെ നടുക്ക്, ജേർണലിസ്റ്റുകളുടെ നടുക്ക് കയറി ഞെളിഞ്ഞിരുന്നു. സ്വന്തമായിട്ട് ബിഗ് ടിവിയിൽ എടുക്കുന്ന സിനിമകളൊക്കെ അലിൻ ജോസ് പെരേരയുടെ ആൽബങ്ങളെക്കാൾ, ഫേസ്ബുക്ക് ലൈവിനേക്കാൾ ശോകമൂകമായി പോയി മക്കളെ. രാജമൗലിയുടെ കണ്ടന്റ് വരുന്നില്ല. പാനലിൽ അടുത്ത രണ്ടുപേരും ലക്ഷ്മി പത്നിയും അപർണ കുറുപ്പുമാണ്. ചാനൽ ലോഞ്ചിന് നല്ല ഉടുപ്പ് മേക്കപ്പ് ഇട്ട് നല്ല രസമായിട്ട് അനിൽ അരൂർ ഇവർ ഇറക്കിയപ്പോ ഞാൻ സത്യത്തിൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നേ. എന്നാൽ അവരെ കുറിച്ചൊന്നും ഒരു കുറ്റം പോലും പറയാനില്ലാത്ത പോലെ ചീഞ്ഞളിഞ്ഞു പോയിട്ടുണ്ട് രണ്ടും. ഒരു സ്ക്രീൻ പ്രസൻസും ഇല്ല, ഒന്നുമില്ല. അവർക്കാർക്കും ഒന്നും പറയാനുമില്ല. ഇറാനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. കൂടുതൽ പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധതായി പോയാലോ എന്ന് കരുതി ഇവരെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഈ 2 വരിയിൽ അങ്ങോട്ട് നിർത്തുകയാണ്. ഹൈദരാബാദിലെ ഒരു പഴയ സ്റ്റുഡിയോ സ്പേസും ജാംബവാന്റെ കാലത്തുള്ള ക്യാമറ, ഇപ്പൊ ഒക്കെ എല്ലാവരും ഉപേക്ഷിച്ച ക്യാമറയും സൗണ്ട് ലൈറ്റ് സിസ്റ്റം ഒക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പണം വാരി എറിഞ്ഞാലേ ഇവർക്ക് ശരിയാക്കാനോ നിലത്ത് നിൽക്കാനോ പറ്റൂ. അതിലുപരി അനിൽ അരൂർ എന്നാൽ ഈ ചുരുങ്ങിയ സാഹചര്യത്തിൽ ചെലവ് ചുരുക്കി പണിയെടുക്കുന്ന ആളൊന്നല്ല, ഇഷ്ടം പോലെ പണം വാരി എറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ് അനിൽ അരൂർ. ബിഗ് ടിവി കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഈ ഓഫർ ചെയ്ത പണമൊക്കെ ജേർണലിസ്റ്റുകൾക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സുജിയ സത്യത്തിൽ പെട്ടു, പുലിവാല് പിടിച്ച പോലെയായി. അരുണിനോടും ആന്റോയോടും തല്ലുകൂടി, ഒരു ഉത്തരവാദിത്വവും ചുമലിലേറ്റാതെ പകലത്തെ അടിയൊക്കെ കഴിഞ്ഞ് രാത്രി പോയി ഇറങ്ങി രാവിലെ വീണ്ടും വന്ന് തല്ലുകൂടുന്ന്, വായിൽ തോന്നുന്നു പറയുന്നത് പോലെ അല്ല, നിസ്സാരമല്ല ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഈ ചുമതല. ചീഫ് എഡിറ്റർ എന്നാൽ സ്വന്തം ചുമലിൽ ബിഗ് ടിവിയെ ഏറ്റി ഒരു കര പറ്റിക്കണം. നിലവിലുള്ള ടീമിനെ കൊണ്ട് സുജയ്ക്ക് അത് നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാധ്യമരംഗത്തെ രാജമൗലി അണ്ടി പോയ അണ്ണാനെ പോലെ പിന്നെ പൊങ്കാലിട്ട് ആറ്റുകാലിൽ കൂടെ നടക്കുക. സുനിതാ ദേവദാസ് എടുത്ത് വെച്ച് ഉടുത്ത് കളഞ്ഞു. അല്ല, ഇവർ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തു. ഇത്രയും വലിയ ഒരു ബിഗ് ഹ്യൂജ് എമൗണ്ട് മുടക്കി ഈ രാജമൗലി എന്ന് പറഞ്ഞ അനിൽ അരൂരിനെ കൊണ്ടുവന്ന് അത് കുറേ കൊട്ടിഘോഷിച്ചു. ബാക്കി പേരുകളും മുഖങ്ങളും ഒക്കെ നിങ്ങൾ നോക്കൂ, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളാണ്. ബട്ട് അവർ ഈ പറഞ്ഞ പോലെ ഓരോ ചാനലിൽ നിന്ന് കോപ്പി അടിച്ച സാധനങ്ങൾ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, രാത്രിയുള്ള എഡിറ്റോറിയൽ അവർ വയ്ക്കുന്നു. ആൻഡ് ഈവൺ അവരുടെ ഞാൻ പറഞ്ഞല്ലോ പാറ്റേൺ, ടെംപ്ലേറ്റ് അടക്കം ഒരു ചാനലിനോട് സാമ്യമുള്ള രീതിയിലൊക്കെ ആവുമ്പോൾ നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ തന്നെയാണോ ഈ മലയാളി പ്രേക്ഷകരുടെ ഇടയ്ക്ക് വന്നത്, അതോ ജസ്റ്റ് ഓക്കെ ഇതൊരു ട്രയൽ റൺ, ഈ ഹോട്ടലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവുമല്ലോ ട്രയൽ റൺ അടിക്കുക, അതുപോലെ നിങ്ങൾ ട്രയൽ റൺ അടിക്കുകയാണോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം മലയാളികളുടെ ഇടയിൽ വരും. അപ്പോൾ എന്താണെങ്കിലും കമ്മിങ് ഡേയ്സിൽ ബിഗ് ടിവി ഇമ്പ്രൂവ് ആവട്ടെ. ആൻഡ് ആ ഇമ്പ്രൂവ് ആവുന്നത് മലയാളികൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ നല്ല രീതിയിൽ വാർത്തകൾ കൊടുത്ത് ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വ്യത്യാസമായി നിങ്ങൾ കുറച്ചധികം എന്താ പറയുക, ഒന്നും കൂടി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനും ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. ഡെഫിനറ്റ്ലി നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ബട്ട് ഈ ഒരു വിഷയം, നിറം പറഞ്ഞുള്ള സുജയ പാർവതിയുടെ ഈ ഒരു വിഷയം, അത് ബിഗ് ടിവിക്ക് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അത് സുജയ പാർവതി ആസ് എ പേഴ്സൺ അവരുടെ ഇൻസെക്യൂരിറ്റി അവർ വന്ന് പുറത്ത് പറഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ തന്നെ അവരത് പറയാൻ പാടില്ല. കാരണം അവരങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് മലയാളികളുടെ മുന്നിൽ നിന്നത്. ഇപ്പോഴും സുജയ പാർവതീനെ ഭയങ്കര എന്താ പറയുക, ഓക്കെ, ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണായിട്ട് കാണുന്ന, ഒരുപാട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജേർണലിസം കഴിഞ്ഞ് ഈ ഫീൽഡിലേക്ക് വരാൻ നിൽക്കുന്ന ഒരുപാട് പേര് കാണും. അവരെ രാഷ്ട്രീയം പറഞ്ഞും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ വിമർശിക്കുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ അവരെ നിറത്തിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി അവർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വീണ്ടും നിങ്ങളൊരു നിറത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരെ പോയിട്ട് വിമർശിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങളും രണ്ടാമതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും.